അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 81 സങ്കീർത്തനം 13 വാക്യം നമുക്ക് വായിക്കാം. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രയേലിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ഒരു വാഗ്ദാനമാണ് പുറപ്പാട് പുസ്തകം 19 അധ്യായം 5 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. പുറപ്പാട് പുസ്തകം 19 അധ്യായം 6 വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ, നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകുന്നു. പുറപ്പാട് പുസ്തകം 19 അധ്യായം 5 വാക്യത്തിൽ നാം കേട്ടു, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സമ്പത്തായിരിക്കും, അഥവാ നിക്ഷേപമായിരിക്കും എന്നാണ് കർത്താവ് ജനത്തിന് കൊടുത്തിട്ടുള്ള വാഗ്ദാനം. ഈ വാഗ്ദാനം അന്ന് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തുവെങ്കിലും ഇന്ന് ഈ വാഗ്ദാനം നമുക്കും അവകാശപ്പെടുവാൻ പറ്റും എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം 11-12 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സ്വന്തത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് വന്നു എന്നാണ് അർത്ഥം. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ യേശുവിനെ കൈക്കൊണ്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ അധികാരം മൂലമാണ് പുറപ്പാട് പുസ്തകം 19 അധ്യായം 5 വാക്യത്തിൽ നാം കേട്ട വാഗ്ദാനം നമുക്കും കൂടി ഉള്ളതായി തീരുമെന്ന് ഞാൻ പ്രസ്താവിച്ചത്. മലാഖി പ്രവചനം 3 അധ്യായം 16 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും 17 വാക്യത്തിലും ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിലൊരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാനുണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. എല്ലാവരും വഴിതെറ്റി കൊളരുതാത്ത വഴിയിലൂടെ നടക്കുന്ന കാലത്തായിരുന്നു അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. അന്ന് അബ്രഹാം യഹൂദനോ ഇസ്രയേലിനോ ക്രിസ്ത്യാനിയോ അല്ലായിരുന്നു. ദൈവം അവനെ വിളിച്ചത് അവൻ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന കാലത്തായിരുന്നു. എന്നാൽ അബ്രഹാമിനോട് ദൈവം എന്താണോ കൽപ്പിച്ചത് അത് അബ്രഹാം ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. അതിനുശേഷം മക്കളില്ലാതിരുന്ന അബ്രഹാമിന് ദൈവം ഇസ്ഹാക്കിനെ കൊടുത്തു. 60 വയസ്സ് വരെ മക്കളില്ലാതെ ജീവിച്ച ഇസ്ഹാക്കിനെ 60-ാം വയസ്സിൽ യാക്കോബിനെ കൊടുത്തു. യാക്കോബിൻ്റെ ദൈവം പേര് മാറ്റിയിട്ടുകൊണ്ട് ഇസ്രയേൽ എന്ന് പേര് കൊടുത്തു. ഈ ഇസ്രയേലിൽ നിന്നും ജനിച്ച മക്കളെയാണ് ഇന്നും ഇസ്രയേൽ മക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തെക്കാളും വളരെ ചെറിയ രാജ്യമായി ഇസ്രയേൽ ഇന്നും ലോക ജനത ഭയപ്പെടുന്ന ഒരു രാജ്യമാണ്. ഇസ്രയേലിന് വേണ്ടി ഇന്നും സ്വർഗത്തിലെ ദൈവം തുണനിന്ന് അവരെ സഹായിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ലോക ജനതയുടെ മുമ്പിൽ വിജയിക്കുവാൻ കഴിയുന്നത്. ഇസ്രയേലിൻ്റെ ശത്രുക്കൾ അനവധിയാണ്. എങ്കിലും ഇസ്രയേലിനെ ജയിക്കുവാൻ റഷ്യക്കോ ചൈനയ്ക്കോ ഇസ്രയേൽ മക്കളുടെ ശത്രുക്കളായ വ്യക്തികൾക്കോ കഴിയുന്നില്ല. കാരണം ദൈവത്തിന് അവരുടെ പിതാക്കന്മാർ നിമിത്തം ഇന്നും പ്രിയപ്പെട്ടവരാണ്. ഇന്ന് പുതിയ നിയമ ഇസ്രയേലാണ് ദൈവത്തിന് ഏറ്റവും പ്രധാനം. ഇസ്രയേൽ ജനം യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തവരും വലിയ ഒരു കൂട്ടം ജനം ഇന്നും യേശുവിനെ അംഗീകരിക്കാത്തവരുമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം 11 വാക്യത്തിൽ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കളാണെങ്കിലും പുതിയ നിയമ ഇസ്രായേലാണെങ്കിലും ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ദൈവവചനമാകുന്ന ബൈബിൾ വായിക്കുകയും അതിൽ എഴുതിയിരിക്കുന്ന നാം അനുസരിക്കേണ്ട കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യാമെങ്കിൽ നമുക്കും യേശുവിൻ്റെ മകനും മകളുമായി തീരുവാൻ ദൈവം അധികാരം തന്നിട്ടുണ്ട്.
ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ പ്രയാസമുള്ളവയല്ല. കാരണം അനുസരിക്കുവാൻ നാം ആഗ്രഹിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കതിന് ശക്തി തരും. ബൈബിൾ നാം അനുസരിക്കും തോറും യേശുവിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും യേശു നമുക്ക് അവനെ വെളിപ്പെടുത്തി തരികയും ചെയ്യും. അപ്പോൾ മാത്രമാണ് യേശു എത്ര സ്നേഹവാനാണെന്നും പെറ്റ തള്ളയേക്കാൾ ഉറ്റവനാണെന്നും നമുക്ക് മനസ്സിലാകുന്നത്. അവനെ നാം അനുസരിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മെ പ്രതികൂലത്തിലാക്കുന്ന സാത്താന്യ ശക്തിയെ നാം തിരിച്ചറിയുകയും അവനെ നമ്മിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും പുറന്തള്ളുവാൻ നാം പ്രാപ്തരായി തീരുകയും ചെയ്യുന്നു. സകലവിധ പാപവും സാത്താൻ്റെ സമ്പത്താണെന്നും സൃഷ്ടിയാണെന്നും നാം തിരിച്ചറിയുന്നത് യേശുവിൻ്റെ ആത്മാവ് നമ്മിൽ വരുമ്പോൾ മാത്രമാണ്. നാം നമ്മുടെ നിക്ഷേപങ്ങൾ കള്ളൻ കക്കാതെ എപ്രകാരം സൂക്ഷിക്കുമോ അതിനേക്കാൾ ദൈവത്തിൻ്റെ നിക്ഷേപമായിരിക്കുന്ന ദൈവത്തെ അനുസരിക്കുന്നവരെ അവൻ സംരക്ഷിക്കുമെന്ന് നാം മുൻപ് കേട്ടു. തന്നെയുമല്ല, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും ദൈവത്തെ അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ബഹുമാനിക്കുന്നവർക്കും വേണ്ടി ഒരു ഓർമ്മയുടെ പുസ്തകം ദൈവസന്നിധിയിലുണ്ട്. ദൈവം ഒരു ദിവസത്തെ ന്യായവിധിക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ആ ദിവസത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നവരെ ദൈവം ആദരിക്കുമെന്ന് കർത്താവ് ഉറപ്പ് തന്നിരിക്കുന്നു. അതിപ്രകാരമാണ് ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ദൈവം അവരെ ആദരിക്കും. മലാഖി പ്രവചനം 3-ാം അധ്യായം 17-18 വാക്യങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്നെയുമല്ല, ശത്രു അവരെ കാണാതെ വണ്ണം തൻ്റെ ചിറകടിയിൽ ദൈവം മറയ്ക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരുടെ ശുഭകാലം അവസാനിക്കുകയില്ല. മേത്തരമായ കോതുമ്പും പാറയിൽ നിന്നുള്ള തേനും കൊണ്ട് കർത്താവ് അവർക്ക് തൃപ്തി വരുത്തും. നാം നിരാശരാകുവാനോ ശത്രുഭയത്താൽ ക്ലേശിക്കുവാനോ ഇടവരാതെ ദൈവം നമ്മെ സംരക്ഷിക്കും. ആകയാൽ നമുക്ക് തമ്മിൽ സ്നേഹിച്ച് യേശു നമ്മെ സ്നേഹിച്ചതുപോലെ പ്രതിഫല ഇച്ഛ കൂടാതെ സ്നേഹിച്ച് എല്ലാവരോടും ക്ഷമിച്ച് ആർക്കെതിരെയും ഹൃദയത്തിൽ ദോഷം ചിന്തിക്കാതെ എല്ലാവരോടും കരുണ കാണിച്ച് നമുക്ക് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പ്രതിസന്ധിയിലായിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് പ്രതിസന്ധിയിൽ നിന്നും മോചനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.